ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ ഇന്ന് ഈ വിശുദ്ധ സഭായോഗത്തിൽ വലിയവനായ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്കായിരിക്കാൻ സർവശക്തനായ ദൈവമൊരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 5-6 വാക്യങ്ങൾ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് എന്താ? 4-ാമത്തെ വാക്യമാണ്. 4-ാം വാക്യത്തിൽ അവർക്ക് ദൈവം കൊടുത്ത ദൈവകൃപയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. കൊരിന്ത്യയിലെ സഭയ്ക്ക് ദൈവം കൊടുത്ത ദൈവകൃപ, അത് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ മേൽ പകർന്ന കൃപ എന്താണെന്ന് വളരെ വിശദമായി നമുക്ക് സംസാരിക്കാനിടയായി. അത് നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായി സംസാരിക്കുന്നത് കൊണ്ട് വീണ്ടും കൊരിന്ത്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് പോകുന്നില്ല. ആ വചനമെല്ലാം ഇന്ന് സംസാരിക്കില്ല. അതിനകത്തെ ഒരു പദം, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും. അവിടെ പൗലോസ് ശ്ലീഹ പറയുന്ന കാര്യം, നിങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ. നമ്മളതാ സംസാരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം കൊരിന്തിലെ ദൈവജനത്തിൻ്റെ അകത്ത് ഉറപ്പായിരിക്കുന്നു. സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന, ധ്യാനത്തോടെ ഇരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ചിന്ത, നമ്മുടെ അകത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഉറപ്പായിട്ടുണ്ടോ? സ്തോത്രം. ശരിക്കും മൂലഭാഷയിലെ, ഗ്രീക്ക് ഭാഷയിലെ ആ പദത്തിൻ്റെ അർത്ഥം, ഉറപ്പായിരിക്കുന്നു എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം സ്ഥിരപ്പെടുത്തുക എന്നോ സ്ഥിരീകരിക്കുക എന്നോ തെളിയിക്കുക എന്നോ അർത്ഥമാണ്. സ്തോത്രം. അപ്പോൾ ആദ്യം ഈ വചനത്തിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ന്യായമായ ഒരു ചോദ്യം വരും. എന്തുവാ പാസ്റ്റർ ഈ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം? ആദ്യം ആ സാക്ഷ്യം അറിഞ്ഞിട്ടല്ലേ ഇത് ഉറപ്പായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, ആ സുവിശേഷത്തിൻ്റെ സന്ദേശം കൊരിന്തിലെ വിശ്വാസികളുടെ അകത്ത് ആരൊക്കെ ഇളക്കിയാലും ഇളക്കാൻ പറ്റാത്ത നിലയിൽ ഉറച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം, സ്തോത്രം. എന്താ? യേശു ദൈവപുത്രനാണെന്ന സാക്ഷ്യം. യേശു ആരാ? പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ച് പലതരത്തിലുള്ള പഠിപ്പിക്കലുകൾ, ചിന്താധാരകളൊക്കെ ഉണ്ടായേക്കാം. തത്വചിന്തകർ പലതും പറഞ്ഞേക്കാം. പക്ഷേ കൊരിന്തിലെ വിശ്വാസികളുടെ അകത്ത്, അവർ കേട്ട സുവിശേഷത്തിനകത്ത് യേശു സാക്ഷാൽ ദൈവപുത്രനാണെന്ന് അവർ കേട്ടത് അവരുടെ ഹൃദയത്തിനകത്ത് ഉറച്ചു. നമ്മൾ തുറന്ന് പഠിക്കുമ്പോൾ അവരിൽ ഒത്തിരി കുറവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. പക്ഷേ അവരുടെ അകത്ത് സുവിശേഷം ഉറച്ചു. യേശു ആരാണെന്നുള്ളത് അവരുടെ അകത്ത് പാറ പോലെ ഉറച്ചു. സ്തോത്രം. അവൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്ന സത്യം കൊരിന്ത്യരുടെ അകത്ത് ഉറച്ചു. സ്തോത്രം. ഇനി ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും അവർ പറയും, ഈ സാക്ഷ്യം ഞങ്ങളുടെ അകത്ത് ഉറച്ചു. അവൻ ഈ ഭൂമിയിൽ വന്നു, മനുഷ്യനായി അവിടുന്ന് വന്നു.
സ്തോത്രം. കൊരിന്തിലെ വിശ്വാസികളോട് ചോദിച്ചാൽ അവർ പറയും, നോക്കൂ, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉറച്ച മറ്റൊരു സംഗതി, യേശു മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു, മൂന്നാം ദിവസം അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന ക്രിസ്തുവിന്റെ സാക്ഷ്യം ആർക്കും ഇളക്കാൻ പറ്റാത്ത നിലയിൽ ഞങ്ങളുടെ അകത്ത് ഉറച്ചു. സ്തോത്രം. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഈ യേശു ഞങ്ങളുടെ രക്ഷകനും കർത്താവുമാണ്. വേറൊരു രക്ഷകനും വേറൊരു കർത്താവും ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉറച്ചു. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ആരാണെന്ന സാക്ഷ്യം, അവൻ എന്ത് ചെയ്തു എന്ന സാക്ഷ്യം അവരുടെ ഹൃദയത്തിനകത്ത് ഉറച്ചു. കല്ലട ദൈവസഭയിൽ വചനത്തിന് മുമ്പാകെ ഇന്ന് രാവിലെ ആയിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ, നിങ്ങളുടെ അകത്ത് യേശു ദൈവപുത്രനാണെന്ന് ഉറച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അകത്ത് അവൻ ഈ ലോകത്തിലേക്ക് വന്നു എന്ന കാര്യം ഉറച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അകത്ത് അവൻ നിങ്ങളുടെ രക്ഷകനാണ്, അവൻ നിങ്ങളുടെ കർത്താവാണെന്ന് ഉറച്ചിട്ടുണ്ടോ? അവൻ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്നും കല്ലറയിൽ അടക്കപ്പെട്ടുവെന്നും മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന സാക്ഷ്യം ഉറച്ചിട്ടുണ്ടോ? അവിടെ കൊണ്ട് തീർന്നില്ലല്ലോ. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് താമസം വിന, സ്തോത്രം, തൻ്റെ സഭയെ ചേർക്കാൻ വീണ്ടും വരാൻ പോകുന്നു എന്ന ക്രിസ്തുവിൻ്റെ സാക്ഷ്യം കൊരിന്ത്യരുടെ അകത്തുറച്ചതുപോലെ നിങ്ങളുടെ അകത്തും ഉറച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 2:32 സ്തോത്രം, പത്രോസിന്റെ വാക്ക് ഇങ്ങനെ പറയുന്നു, വായിക്കാം. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ധൈര്യത്തോടെ പറയുകയാ, ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും. ഈ സാക്ഷ്യമാണ് അപ്പോസ്തലന്മാർ ഓരോ സ്ഥലത്ത് പോയി പറഞ്ഞത്. അവർ പറഞ്ഞ സുവിശേഷം, അവരനുഭവിച്ചത്, അവർ കണ്ടത്, അല്ലേ, അവർ കൈ തൊട്ട ജീവന്റെ വചനമെന്ന് ആമേൻ ഈ തിരുവെഴുത്തിനെ കുറിച്ച് പറയുന്നു. സ്തോത്രം. അപ്പം അവർ കണ്ടതും കേട്ടതും അവരനുഭവിച്ചതുമായ സുവിശേഷ സത്യം അന്ന് അവർക്ക് പോകാൻ പറ്റുന്ന എല്ലായിടത്തും പോയി അവരത് പറഞ്ഞു. ആ സുവിശേഷം പറഞ്ഞപ്പോ കേട്ടവർ അത് വിശ്വസിച്ചു. കൊരിന്ത്യര് പറയുക, അപ്പോസ്തലനായ പൗലോസാണ് കൊരിന്തിൽ സുവിശേഷം അറിയിച്ചത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്, അല്ലേ? അവിടെ പൗലോസ് പ്രസംഗിച്ച സുവിശേഷം കൊരിന്തിലെ വിശ്വാസികൾ കേട്ടു. സ്തോത്രം. സുവിശേഷം കേട്ടവർ വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, റോമർ 10:7, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇന്ന് പകൽക്കാലം ആമൻ അകത്തെങ്ങനെയാ വിശ്വാസം വരുന്നത്? അത് കേൾക്കുന്നത് കൊണ്ടാ. ചുമ്മാ കേട്ടാ പോരാ, കേട്ടത് ആമൻ വിശ്വസിക്കാൻ തുടങ്ങണം, അംഗീകരിക്കാൻ തുടങ്ങണം, ഏറ്റെടുക്കാൻ തുടങ്ങണം, ആമൻ അതിനുവേണ്ടി ജീവിക്കാൻ തുടങ്ങണം. അപ്പോൾ അത് വിശ്വാസമായി പരിണമിക്കും. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്നവരുടെ അകത്ത് വിശ്വാസം ഉണ്ടാകുന്നത് വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ആമൻ അകത്തല്ല. അവൻ പൗലോസ് പറഞ്ഞതുപോലെ, അവൻ തെസ്സലോനിക്ക ലേഖനത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ, 1 തെസ്സലോനിക്കർ 2:13 വിളിച്ചു പറയുന്നത് പോലെ, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. സ്തോത്രം. സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ വിശ്വസിച്ചിരിക്കുന്ന കൈക്കൊണ്ട നിങ്ങളിൽ ഈ വചനം വ്യാപരിക്കുന്നു. സ്തോത്രം.
അപ്പോ സുവിശേഷത്തിന്റെ കേൾവിയാൽ അവരെന്ത് ചെയ്തു? വിശ്വസിച്ചു. സ്തോത്രം. ആ വിശ്വാസം അവരുടെ അകത്ത് വേരൂന്നി. ഇന്ന് പകൽ വചനം കേൾക്കുന്നു. ഈ വചനം വേരൂന്നണമെങ്കിൽ ഇവിടെ മറന്നാ പറ്റിയല്ല. ഇത് വീട്ടിൽ പോയി ധ്യാനിക്കണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുകയും മനനം ചെയ്യുകയും അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും സംസാരിക്കുകയും അതിനെക്കുറിച്ച് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ചിന്തയിൽ ജീവിച്ചാൽ ഇത് നിങ്ങളുടെ അകത്ത് വേരൂന്നാൻ തുടങ്ങും. സ്തോത്രം. വചനം ഞാൻ ഒത്തിരി പറയുന്നുണ്ട്, പക്ഷേ വചനം ഉറയ്ക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കണം. നമ്മൾ എത്രയോ വചനം കേൾക്കുന്നതാ. ഇവിടെ കേൾക്കുന്നു, പൗർവിഷനെ കേൾക്കുന്നു, അല്ലേ? വീട്ടിൽ ചെന്ന് ഏതെല്ലാം പ്രസംഗം കേൾക്കുന്നു. ചോദ്യം, കേട്ടത് അകത്ത് വേരൂന്നിയോ ഉറച്ചോ? സ്തോത്രം. ചോദിക്കുക, യേശു ദൈവപുത്രനാണെന്ന് ഉറച്ചോ? ഒരുപക്ഷെ നിങ്ങൾ പറയും, പാസ്റ്റർ എനിക്ക് ഉറപ്പാ. പക്ഷെ അങ്ങനെ ഉറപ്പാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ആമേൻ. അതിന് തെളിവ് വേണം. ഒരാമേൻ പറയുമോ? ഞാനിന്ന് അതാ അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ തുടക്കം കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം. യേശു ദൈവപുത്രനാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ഈ ഭൂമിയിലേക്ക് വന്നെന്നറിയാം. അവിടുന്ന് മരിച്ചെന്ന് ഞങ്ങൾക്ക് അറിയാം. അവിടുന്ന് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്. ഇതെല്ലാം പാസ്റ്റർ ഞങ്ങൾക്ക് അറിയാം. ഇതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം ഞങ്ങളുടെ അകത്ത് ഉറപ്പാ. സ്തോത്രം. ഒരാളുടെ അകത്തൊരു കാര്യം ഉറയ്ക്കുന്നത് എപ്പോഴാ? സ്തോത്രം. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, നിരന്തര കേൾവിയാലാ. ഒരു വട്ടം കേട്ടാൽ ചിലത് ഉറയ്ക്കുകയല്ല. അതുകൊണ്ടാ നമ്മൾ ഈ സുവിശേഷം ആളുകളൊക്കെ പറയും, എന്തിനാ ഈ നാട് തീകളെ സുവിശേഷം പറയുന്നത്? ഇതെല്ലാം എല്ലാവരും കേട്ടതല്ലേ. ഇനി കേൾക്കാത്തടത്ത് പോയി പാസ്റ്റർ പറ. സ്തോത്രം. നമ്മൾ ഈ സുവിശേഷമൊക്കെ പറയുമ്പോൾ നാമധേയ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ചിലർക്ക് പ്രത്യേകിച്ച് പ്രശ്നമാണ്. അവർ പറയും, ഞാനൊരു വീട്ടിൽ ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞതാ, പാസ്റ്റർ ഒരു കാര്യം ചെയ്യ്, സമീപത്തുള്ള ഒരു ക്രൈസ്തവരല്ലാത്ത കുറേ ആളുകളുണ്ട്, അങ്ങോട്ട് പോയി പറ, അവർ കേൾക്കട്ടെ. എന്ന് വെച്ചാൽ അച്ചായൻ ഇതൊക്കെ കേട്ട് തികഞ്ഞിരിക്കുകയാണ്, അച്ചായൻ ഉറച്ചിരിക്കുകയാണെന്നാ. പക്ഷേ അച്ചായൻ ഇന്ന് വരെ ഈ സുവിശേഷത്തിൻ്റെ മർമ്മം ഗ്രഹിച്ചിട്ടില്ല, സുവിശേഷ സത്യം ഗ്രഹിച്ചിട്ടില്ല. അച്ചായൻ്റെ അകത്ത് ഉറപ്പില്ല. നിങ്ങൾ പറയും, പാസ്റ്റർ അവർക്ക് ഉറപ്പില്ല എന്നിട്ടാണോ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത്? അല്ല. ഇന്ന് പകൽക്കാലം ഇത് ഉറച്ചാൽ ജീവിതത്തിന് രൂപാന്തരം വരും. ഒരാമേൻ എത്ര പേര് പറയും? ഇനി ആ കാര്യങ്ങൾ മാറാൻ പോകുന്നത്. നിങ്ങളും പറഞ്ഞു, ഞങ്ങൾക്കും അറിയാം ഇത് ഞങ്ങളിൽ ഉറപ്പാണെന്ന് പറഞ്ഞു. ചോദ്യം, ഇത് ഉറച്ചാൽ ഉറച്ചവന്റെ അകത്ത് വ്യത്യാസം വന്നേ മതിയാകൂ. എത്ര പേര് ഇതിന് ആമേൻ പറയും? 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. വായിച്ചു. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ഒരു വലിയ ലിസ്റ്റ്, ഞാൻ ആ ലിസ്റ്റ് എല്ലാം വായിപ്പിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയി സാവകാശം ഇരുന്ന് വായിക്കണം. ഒരു ഭയങ്കര ലിസ്റ്റ്, പാപത്തിൻ്റെ ഒരു കഠിനമായ ലിസ്റ്റ്. ആ ലിസ്റ്റ് വായിച്ചു വന്നിട്ട് എൻ്റെ അവസാനം പറയുന്നൊരു പോയിന്റ് ഉണ്ട്. നിങ്ങളും ഈ വകക്കാര് ആയിരുന്നുവല്ലോ. ഉണ്ടോ? നിങ്ങളും നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. കേട്ടോ? അകത്തുറപ്പായവൻ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും
പ്രാപിച്ചിരിക്കുന്നു. ഇനി വീട്ടിൽ പോയി അവിടെ എഴുതിയിരിക്കുന്ന പാപങ്ങളിൽ ഏതെങ്കിലും ഇപ്പോൾ അകത്തുണ്ടെങ്കിൽ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്ന ആ ശുദ്ധിയിൽ എന്തെങ്കിലും ഇപ്പോഴും അകത്തുണ്ടെങ്കിൽ, അവിടെ എഴുതിയിരിക്കുന്ന ഈ ഭയങ്കരമായ പാപത്തിന്റെ പട്ടികയ്ക്കകത്തുള്ള ഏതെങ്കിലുമൊക്കെ അകത്തളത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, അവൻ ശുദ്ധീകരണം നടന്നിട്ടില്ല, കഴുകൽ നടന്നിട്ടില്ല. അവൻ നിങ്ങളുടെ അകത്ത് അവൻ യേശുക്രിസ്തുവിന്റെ അവൻ സുവിശേഷം ഉറച്ചിട്ടില്ല. അവനെ കുറിച്ചുള്ള അവനെ ചിന്ത, അവന്റെ തൂത്, അവന്റെ ആ ആളത്വത്തിന്റെ ഉറപ്പ് നിങ്ങളുടെ അകത്ത് നടന്നിട്ടില്ല. അയ്യോ, ആകെ പോയല്ലോ. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് അതൊക്കെ അറിയാമെന്ന് പറഞ്ഞത്, യേശു ദൈവപുത്രനാണെന്ന് അറിയാമെന്നത് പറഞ്ഞത് ഏത് വകുപ്പില? അവിടുന്ന് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞത് ഏത് വകുപ്പില? അവിടുന്ന് എന്റെ കർത്താവാണ്, രക്ഷിതാവാണെന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാ? ഇന്ന് പകൽക്കാലം ബുദ്ധി കൊണ്ടുള്ള ഈ പറച്ചിലിനൊന്നും, അറിവുകൾക്കൊന്നും ആളുകളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുകയില്ല. വചനം കേട്ട് കുറെ അറിവകത്തുണ്ടായി, വചനം കേട്ട് കുറച്ച് കാര്യങ്ങൾ അകത്ത് ഗ്രഹിച്ചു. ആ അറിവിന്റെ പശ്ചാത്തലത്തിൽ അവൻ വിളിച്ചു പറയുന്നതല്ല. അകത്ത് വേരൂന്നി അകത്ത് ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പാകുന്നതിന്റെ വ്യത്യാസം അവൻ അത് വേറെയാണെന്ന് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് വചനം പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാല കേട്ട് കേൾവിയല്ല, അവൻ ക്രിസ്തു അകത്ത് ശരിയായ നിലയിൽ വന്നാൽ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അകത്ത് വരേണ്ടതുപോലെ വന്നാൽ, അവൻ ക്രിസ്തുവിനെ അവൻ ധരിക്കേണ്ടതുപോലെ ധരിച്ചാൽ, അവൻ പുറത്തല്ല, അവൻ അകത്തും പുറത്തും വ്യത്യാസം വരും. സുവിശേഷത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, ക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന്റെ ശക്തി തെളിയിക്കപ്പെടുന്നത് രൂപാന്തരപ്പെട്ട ജീവിതങ്ങളിലൂടെയാണ്. സ്തോത്രം, സ്തോത്രം. ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പാകുന്നത്, തെളിയുന്നത് എപ്പോഴാ? പേടിക്കണ്ട, പറഞ്ഞു. രൂപാന്തരപ്പെട്ട ജീവിതങ്ങളിലൂടെ. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളിൽ ചിലര് ആ വകക്കാരായിരുന്നു, പക്ഷേ നിങ്ങൾ ഇപ്പോൾ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു, ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു, കഴുകൽ പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ ആ വകക്കാരല്ല. എത്ര പേർക്ക് ദൂതും മനസ്സിലായവർ സ്തോത്രം ചെയ്യുമോ? കർത്താവേ, ഞാൻ പ്രസംഗം കേട്ടിട്ട് പോയാൽ എനിക്ക് മാറ്റം ഉണ്ടാകത്തില്ല. സ്തോത്രം. ഞാൻ ബൈബിൾ വായിച്ചത് കൊണ്ട് മാത്രം എനിക്ക് മാറ്റം ഉണ്ടാകത്തില്ല. ഞാൻ ഏതെങ്കിലും പ്രവാചകന്റെ ദൂത് കേട്ടാൽ എൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടാകത്തില്ല. എൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം എൻ്റെ ആകത്തളത്തിൽ അവൻ ഉറപ്പാകണം. അവൻ എൻ്റെ അകത്ത് വചനം ഉറയ്ക്കണം. ഇതെന്നിൽ വേരൂന്നണം. അധാർമികതയുള്ള നഗരമായിരുന്നു കൊരിന്ത്. അവിടെ നിന്ന് വന്ന ഇവർക്ക് മാറ്റമുണ്ടായ കഥയാണ് പറയുന്നത്. വന്നിട്ട് മ്ലേച്ഛതകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് പിന്നീട് സംഭവിക്കുന്ന ദുരന്തമാ, ആത്മിക വളർച്ചയില്ലായ്മയുടെ പേരിൽ. അത് നമ്മൾ പിന്നീട് സംസാരിക്കും. പക്ഷേ പെർഫെക്റ്റായ മാറ്റം ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ വന്നു. പക്ഷേ ആത്മികമായി വളരാത്തത് കൊണ്ട് പിന്നെ അവരിൽ ജഡീകത തലപൊക്കി. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പഠിക്കും. പക്ഷേ ഏത് കൊടിയ പാപിയെയും ഏത് അധാർമികനെയും അവൻ പൂർണ്ണമായി ശുദ്ധീകരിച്ച്, പൂർണ്ണമായി വ്യത്യാസപ്പെടുത്തി, പൂർണ്ണമായി പുതിയ സൃഷ്ടിയാക്കാൻ ഈ സുവിശേഷത്തിന്റെ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ പരിപൂർണ മാറ്റം, പെർഫെക്റ്റ് ആക്കാൻ ഈ പുസ്തകത്തിന് കഴിവുണ്ട്. സുവിശേഷത്തിന് കഴിയും. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യത്തിന് കഴിയും. സ്തോത്രം, സ്തോത്രം. അങ്ങനെ വെടിപ്പായാൽ, ശുദ്ധീകരിക്കപ്പെട്ടാൽ പിന്നെ
ഈ ക്രിസ്തുവിന്റെ അറിവിൽ വളർന്ന് ആത്മീയ പക്വതയിലേക്ക് പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. അവിടെ വന്നില്ലെങ്കിൽ പിന്നെ ഈ ജഡീകത വരും. അത് നമ്മൾ പിന്നീട് സംസാരിക്കും. പക്ഷെ ഒരു കാര്യം, അകത്ത് വചനം ഉറപ്പായാൽ, വചനം കേട്ടാലല്ല, ഇത് ഉറച്ചാൽ, യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറച്ചാൽ, യേശു ദൈവപുത്രനാണെന്നൊന്ന് ഉറച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, കേട്ടാലല്ല ഉറച്ചാൽ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പിന്നെ നിനക്ക് വേറെ ഒരു കർത്താവും വേണ്ട. പിന്നെ ആരും നിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കത്തില്ല. യേശു ദൈവപുത്രനാണ്, അവനാണ് എൻ്റെ അകത്തുള്ളതെന്ന് ഒന്ന് ഉറയ്ക്കാമെങ്കിലുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം ഏത് പിശാചും വാലും ചുരുട്ടി പോകും. ഇന്ന് പകൽക്കാലം അത് ഉറയ്ക്കാത്ത വിശ്വാസികളാ, പോരാട്ടമാ, ബന്ധനമാ, അവൻ അതാ ഇതാ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നു എന്ന സത്യം ഉറപ്പായിട്ടുള്ളവൻ പറയും, ഒരു ശക്തിയും എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്റെ അകത്തിരിക്കുന്നവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനോ. ജീസസ്. ഇതാണ് ഉറയ്ക്കുന്നതിന്റെ പ്രത്യേകത. സിമെന്റ് ഇട്ട് ഉറപ്പിക്കുന്നത് പോലെ അകത്ത് ഉറച്ചു. പൗലോസ് പറയുക, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. അപ്പൊ ആ സാക്ഷ്യം ഉറപ്പായി. അപ്പോ ആദ്യമേ ഞാൻ ചോദിച്ചു, സാക്ഷ്യം ഉറപ്പാകാൻ തെളിവെന്തുവാന്ന് ചോദിച്ചു, അല്ലേ? കേട്ട സുവിശേഷം അവര് എന്ത് ചെയ്തു? കേട്ടുവെന്ന് മാത്രമല്ല, ആ കേട്ട സുവിശേഷം അവരുടെ ഹൃദയത്തിനകത്ത് ഉറച്ചു എന്നുള്ളതിൻ്റെ തെളിവ് അവർക്ക് രൂപാന്തരം ഉണ്ടായി, വ്യത്യാസം ഉണ്ടായി. ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നമ്മളിൽ ഉറപ്പാണെന്നതിന് എന്താ തെളിവ്? കൊരിന്ത്യരോട് ചോദിച്ചേ. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മളെന്താ വായിക്കുന്നത്? 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൃപാവരത്തിലും, 7-ാം വാക്യം, ഇങ്ങനെ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൊരിന്തിലെ സഭ ഭയങ്കര ആത്മപ്രവൃത്തിയുടെ ഒരു സ്ഥലമായിരുന്നു. സ്തോത്രം. എത്ര പേര് നന്ദി പറയും? അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ ഒഴുക്കുള്ള സഭയായിരുന്നു. ആരാധന തുടങ്ങിയാൽ ഭയങ്കര ആത്മാവിൻ്റെ പ്രവൃത്തി. സ്തോത്രം. അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ, വ്യാഖ്യാനിക്കുന്നവർ, പ്രവചിക്കുന്നവർ, ദർശനം കാണുന്നവർ, രോഗശാന്തിവരമുള്ളവർ, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വചനത്തിൽ ശുശ്രൂഷിക്കുന്നവർ. ഭയങ്കര കൃപാവരത്തിൻ്റെ ഒഴുക്ക്. എന്താ ഈ ഒഴുക്കുണ്ടാകാൻ കാരണം? അകത്ത് ചിലത് ഉറച്ചതുകൊണ്ടാ. ജീസസ് ജീസസ് ജീസസ്. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്നവരൊരു കാര്യം ചിന്തിക്കണം. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്ക് ആരംഭിക്കണമെങ്കിൽ ഞാൻ വചനം കേട്ടാൽ പോരാ, ഈ സാക്ഷ്യം എൻ്റെ അകത്ത് ഉറയ്ക്കണം. വചനം ഉറയ്ക്കുന്നവരില്ല ആത്മാവിൻ്റെ ഒഴുക്ക് തുടങ്ങാൻ പോകുന്നത്. ജീസസ് ജീസസ്. കൃപാവരങ്ങളുടെ ഒഴുക്കുണ്ടാകുന്നത് അവിടെയാ. രോഗശാന്തി വരങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അവിടെയാ. അന്യഭാഷകളും, അല്ലെ, പലവിധ ഭാഷകളുടെ വ്യാഖ്യാനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 9 കൃപാവരങ്ങൾക്ക് പുറമേ ധാരാളം, നമ്മളിതെല്ലാം തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ ഒറ്റ കാര്യം, ആത്മാവിന്റെ പ്രവൃത്തി ആരംഭിക്കണമെങ്കിൽ വചനമകത്തുറയ്ക്കണം, ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറയ്ക്കണം, ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പാകണം. ചുമ്മാ കേട്ടിട്ട് പോകുന്നവരിൽ ആത്മപ്രവൃത്തിയില്ല.
സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ഈ പ്രാർത്ഥനയുടെ രീതിയൊക്കെ മാറും. സ്തോത്രം, സ്തോത്രം. അവിടെ ആ ഒരു ഒഴുക്ക് വന്ന് സത്യം പറഞ്ഞാൽ വചനം ശുശ്രൂഷിക്കാൻ പോലും പറ്റാത്ത നിലയിൽ വന്നപ്പോൾ പൗലോസ് തന്നെ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കാരണം അത്രമാത്രം ഒരു ആത്മാവിൻ്റെ പ്രവൃത്തിയാ. പറഞ്ഞു, നിങ്ങൾ അന്യഭാഷകൾ സംസാരിക്കുന്നവൻ ഏറിയാൽ 2 പേര്. അങ്ങനൊക്കെ പറയേണ്ടി വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിർത്താൻ പറ്റാത്ത നിലയിൽ ഭയങ്കര ആത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടായി. നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചേ, ട്രമ്മിൻ്റെ അടിയുടെ ശബ്ദം എപ്പോൾ നിൽക്കുമോ പിടിച്ചു കെട്ടുന്ന പോലെ നമ്മുടെ അഭിഷേകം നിൽക്കുന്ന പരിതാപകരമായ സാഹചര്യങ്ങൾ, അത് വിളിച്ചു പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ അകത്ത് ഇത് വചനം ഉറപ്പാകാത്തത് കൊണ്ട്, ഈ സാക്ഷ്യത്തിന് ഉറപ്പില്ലാത്തത് കൊണ്ട് ആമേൻ ആത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഒഴുക്ക്, ആത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഒഴുക്ക് ഏതൊക്കെയോ മണ്ഡലത്തിൽ തടയപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ഈ തൂത് ഏറ്റെടുത്ത്, കർത്താവേ, ഞാൻ വെറും വചനത്തിന്റെ കേൾവിക്കാരനായിട്ടല്ല, വചനം കേട്ട് മടങ്ങുന്നവനായിട്ടല്ല, ഇതെന്റെ ആകത്തളത്തിൽ ഒന്ന് ഉറയ്ക്കട്ടെ. ജീസസ്, ജീസസ്. പൗലോസ് തെസ്സലോനിക്കരോട് പറയുന്നുണ്ട്, 1 തെസ്സലോനിക്കർ 1:5 പറയുന്നുണ്ട്, ഞങ്ങളുടെ സുവിശേഷം നിങ്ങളുടെ അടുക്കൽ വന്നത്, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെയായിരുന്നു. അപ്പം നിങ്ങളുടെ അടുക്കൽ വന്നത്, പൗലോസ് സുവിശേഷം പങ്കുവെച്ചു, പറഞ്ഞ സുവിശേഷം തന്നെ ഒരു ആത്മനിറവിൽ സുവിശേഷിച്ചപ്പോ, സ്തോത്രം, ശക്തിയോടെ വചനം പറഞ്ഞപ്പോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ബഹുനിശ്ചയത്തോടെ ഇത് പറഞ്ഞപ്പോ തെസ്സലോനിക്കയിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ തെസ്സലോനിക്ക ലേഖനത്തിൽ പോയി നോക്കിയാൽ മതി. എന്താ അവിടെ സംഭവിച്ചത്? അത്ഭുതങ്ങൾ നടന്നു, അല്ലേ? സുവിശേഷത്തിൻ്റെ വ്യാപനം അവിടെ സംഭവിച്ചു. നിങ്ങൾക്ക് എന്ത് നടന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണം ഞാൻ പറഞ്ഞുതരാം. 1 തെസ്സലോനിക്ക ലേഖനം എടുത്ത് എന്താ അവിടെ സംഭവിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വേഗം എടുക്കാം. 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. കേട്ടോ, ആത്മനിറവോടെ ഈ സുവിശേഷത്തിന്റെ ശക്തി തെസ്സലോനിക്കയിൽ ചെന്നപ്പോ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ നിങ്ങൾ ഈ വചനം കൈക്കൊണ്ടു. തീർന്നില്ല, വായിച്ചു. കണ്ടോ, സുവിശേഷമകത്ത് ഉറച്ചപ്പോ ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. സ്തോത്രം. തീർന്നില്ല. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും ആമേൻ നല്ല അനുഗ്രഹിക്കപ്പെട്ട മാതൃകയായി അവർ മാറി. 9-ാമത്തെ വാക്യം. അതിൻ്റെ പശ്ചാത്തലം ഒന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് പോകണം. വായിച്ചോ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മളെ രക്ഷിപ്പാനിരിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും
വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നും അവർ തന്നെ പറയുന്നു. നിങ്ങൾ കണ്ടോ, ഇത് ശരിക്ക് കയറിയപ്പം കഷ്ടത ഉണ്ടെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചെന്ന് എത്ര പേര് ആമേൻ പറയും? സ്തോത്രം. സാക്ഷ്യം ഉറപ്പായാൽ കഷ്ടത വന്നാൽ പരാതി പറയത്തില്ല. ഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ അല്പം കട്ടിയുള്ള കാര്യമോ പറയുന്നത്. കാരണം ശരിയായ രീതിയിൽ ആമേൻ വചനം അകത്ത് ചെന്നാൽ ആമേൻ എന്താണ് അവിടെ പറയുകയാണ്? കഷ്ടം വന്നാലും സന്തോഷം. ഇനി നിങ്ങൾ പറ, കഷ്ടം വരുമ്പോൾ നമുക്ക് സന്തോഷം വരുമോ? എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, പാസ്റ്റർ കഷ്ടതയാണെങ്കിലും സന്തോഷത്തോടെ ഞങ്ങൾ ഞായറാഴ്ച വന്ന് ആരാധിക്കും, ജോലി ഇല്ലേലും പാസ്റ്റർ ഞങ്ങൾ വന്ന് ആരാധിക്കും, ആമേൻ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രതിസന്ധിയാണെന്നും പറഞ്ഞ് വീട്ടിലെ പ്രാർത്ഥന മുടക്കുകയല്ല, അല്ലേ? രോഗമായതുകൊണ്ട് ഞാൻ സ്തോത്രം പറയാതിരിക്കത്തില്ല. പറയാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാ, നിങ്ങൾ ചുമ്മാ വചനം കേൾക്കുന്നവരല്ല, ആകത്ത് ഉറപ്പ് പ്രാപിച്ചവരാ. സ്തോത്രം, സ്തോത്രം. അപ്പോ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പ്രകടമായി അവർ സന്തോഷത്തോടെ വചനം സ്വീകരിച്ചു. ആത്മീയ വരങ്ങൾ അവരുടെ ഇടയിൽ കണ്ടു. കൊരിന്തിലെ സഭയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രശ്നങ്ങളുടെ നടുവിൽ അവർ ദൈവത്തെ സ്നേഹിച്ചു. അപ്പോൾ വചനമുറപ്പായാൽ കഷ്ടമാന്നേലും നിലനിൽക്കും. പാസ്റ്റർമാരുടെ ഏറ്റവും വലിയൊരു തലവേദനയാണ്, ദൈവമേ എൻ്റെ വിശ്വാസികൾക്ക് ഒരു കുഴപ്പവും. പ്രാർത്ഥിക്കും, കർത്താവേ, നാട്ടുഭാഷ പറഞ്ഞ മുള്ളു പോലും, മുള്ളു കൊണ്ട അടുത്ത ആഴ്ച വരികയല്ല. ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? അയ്യോ, എന്തേലും പ്രശ്നം വന്നാൽ അവർ പിന്നെ പിണങ്ങും. എല്ലാം നല്ലപോലെ പോവുകയാണെങ്കിൽ പാസ്റ്ററും കൊള്ളാം, വിശ്വാസിയും കൊള്ളാം, ദൈവവും കൊള്ളാം. സ്തോത്രം. എല്ലേ സജി ബ്രദറെ, പാസ്റ്ററും കൊള്ളാം, വിശ്വാസിയും കൊള്ളാം, ദൈവവും കൊള്ളാം. പ്രശ്നമാണെങ്കിലോ പാസ്റ്ററും കൊള്ളുകയില്ല, വിശ്വാസിയും കൊള്ളുകയില്ല, സഭയും കൊള്ളുകയില്ല, ദൈവം പിന്നെ പണ്ടേ കൊള്ളത്തില്ലെന്ന് പറയും. കാരണം ഈ ദൈവത്തിന് എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്നാ. സ്തോത്രം. ഇതാണ് ഉറപ്പില്ലായ്മയുടെ പ്രശ്നം. എത്ര ഗുരുതരമായ പ്രശ്നമാണെന്ന് നിങ്ങൾക്കറിയാമോ? വചനം കേട്ടിട്ട് നിങ്ങൾക്ക് എത്ര പേര് ചിന്തിക്കുന്നു, പാസ്റ്റർ എൻ്റെ പ്രശ്നം ഇതാ. പ്രശ്നമാണെങ്കിൽ എനിക്ക് സന്തോഷം വരികയില്ല, പ്രശ്നമാണെങ്കിൽ എനിക്ക് ആരാധിക്കാൻ തോന്നുകയില്ല, എനിക്ക് ദൈവത്തോട് ഒരു ദേഷ്യമൊക്കെ. പക്ഷേ വചനം അകത്തുറപ്പായവൻ ജീസസ് അവനിങ്ങനെ പറയും, പത്രോസിനോട് ചോദിച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയതാകയാൽ, അല്ലേ? പത്രോസ് 1:7 അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാൺമാൻ അങ്ങനെ ഇടവരും. കേട്ടോ, ഇതൊരു പരിശോധനയാ. വിശ്വാസിയാണോ? വിശ്വാസിക്ക് പരിശോധനയുണ്ട്. കർത്താവ് നിങ്ങളെ പരിശോധിക്കും. കാരണം അവന്റെ മുമ്പിൽ മാനത്തിനും പുകഴ്ചയ്ക്കും നിങ്ങൾ ഇടയാകണം. ദൈവം അഭിമാനത്തോടെ പറയണം, ഇവരെന്റെ മക്കളാണ്. സ്വർഗത്തിലെ ദൈവം അഭിമാനത്തോടെ പറയണം, ഇവരെന്റെ മക്കളാണ്. സ്തോത്രം. മാനത്തിനും പുകഴ്ചയ്ക്കും ഇടയാകണം. എങ്ങനെയാ? വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ പൊന്നുപോലെ പുറത്തു വരുമ്പോൾ.
സ്വർണം എത്ര തീക്കകത്തിട്ടാലും അതിൻ്റെ മാറ്റ് നഷ്ടപ്പെടുകയല്ല, മാറ്റ് കൂടുക. തീക്കകത്ത് പോകുന്തോറും അതിനകത്തുള്ള അല്ലേ അതിൻ്റെ മാറ്റിൻ്റെ ശോഭയെ കെടുത്തുന്നതിനെല്ലാം തകരുക. അത് ശുദ്ധീകരിക്കപ്പെട്ട് പുറത്തു വരിക. ഇന്ന് പകൽക്കാലം വചനം ഉറപ്പായവന് മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. ഉറപ്പാകാത്തവൻ തീക്കകത്തോട്ട് പോയാൽ, ഉറപ്പില്ലാത്തവൻ പ്രശ്നത്തിനകത്തോട്ട് പോയാൽ, ഉറപ്പില്ലാത്തവൻ കഷ്ടതയിലോട്ട് പോയാൽ അവൻ പറയും, ഈ ദൈവത്തെ വിളിച്ചത് നഷ്ടമായി പോയി, പ്രാർത്ഥിച്ചത് നഷ്ടമായി പോയി, ആരാധിച്ചത് നഷ്ടമായി പോയി, അയ്യോ ഇത് വലിയ കഷ്ടമായി പോയല്ലോ, നിന്നടത്ത് നിന്നാൽ മതിയായിരുന്നു, പ്രാർത്ഥിക്കണ്ടായിരുന്നു, അവൻ ആത്മീയതയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണ്ടായിരുന്നുവെന്ന് അവൻ പറയും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങളിൽ ഉറപ്പായതുപോലെ, കൊരിന്ത്യരിൽ ഉറപ്പായതുപോലെ നമ്മളിൽ എന്ത് ചെയ്യണം? ഇത് കേട്ടിട്ട് പോയാൽ പോരാ, ഇതങ്ങ് ഉറയ്ക്കണം. വചനം ഉറയ്ക്കണം പ്രിയപ്പെട്ടവരെ. വചനം ഉറച്ചാൽ സ്തോത്രം, പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. പിശാച് ക്ഷീണിച്ചു പോകും. ആ ഉറച്ചത് കൊണ്ടാണ് അത്രയും പ്രശ്നം വന്നിട്ടും ഭാര്യ പോലും പറഞ്ഞു, എന്താ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞേച്ച് മരിക്കും മനുഷ്യ എന്ന് പറഞ്ഞിട്ടും അകത്ത് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്, നാം ദൈവത്തിങ്കിൽ നിന്ന് നന്മ ഒത്തിരി അനുഭവിച്ചില്ലേ, അങ്ങനെയാണെങ്കിൽ ഈ തിന്മയും അനുഭവിക്കണം. സ്തോത്രം. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും, ഞാനിങ്ങനെ തകർന്നാലും, ഞാൻ ദേഹരഹിതനായിട്ടല്ല, പരിഭാഷയിലെ ഒരു തെറ്റാതെ, ഞാൻ ദേഹസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ഉറപ്പാണ്. സ്തോത്രം. എത്ര പേരുടെ അകത്ത് ഉറപ്പുണ്ട്? വചനം ഉറച്ച എത്ര ദൈവമക്കളുടെ തിരിപ്പുണ്ട്? വർഷങ്ങളായി എത്ര പേര് ഇതിനകത്തുണ്ടെന്നല്ല ഞാൻ ചോദിച്ചത്, എത്ര വർഷമായി വചനം കേട്ടവർ ഇതിനകത്തുണ്ടെന്നുള്ളതല്ല, കേട്ടത് ഉറച്ച എത്ര പേരുണ്ട്? ആർക്കും ഇളക്കാൻ പറ്റാത്ത നിലയിൽ, ഒരു ശക്തിക്കും ഇളക്കിക്കളയാൻ പറ്റാത്ത നിലയിൽ ഉറച്ചവർ എത്ര പേരുണ്ട്? ആമന് ഉറപ്പിന്റെ അടയാളമായി ജീവിതത്തിന് വ്യത്യാസം വന്ന എത്ര പേരുണ്ട്? ഉറപ്പിന്റെ അടയാളമായി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അകത്തുള്ള എത്ര പേരുണ്ട്? ഉറപ്പിന്റെ അടയാളമായി ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന എത്ര പേരിനകത്തിരിപ്പുണ്ട്? അവരെ നോക്കി സ്വർഗം അഭിമാനത്തോടെ പറയാം, അവൻ ഇവർ എന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ലക്ഷിക്കുന്നില്ല, ഇവർ എന്റെ മകളാണെന്ന്, ഇവൻ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമാ. കാരണം എന്റെ വചനം ഇവനിൽ ഉറച്ചിരിക്കുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ഭാഗ്യ ഏകാഗ്രമാക്കാം. കർത്താവേ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഞങ്ങളിലൊന്ന് ഉറയ്ക്കണം. ഞങ്ങളുടെ യേശു കർത്താവ് അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന സാക്ഷ്യം ഞങ്ങളുടെ അകത്തൊന്ന് ഉറയ്ക്കട്ടെ കർത്താവേ. അവിടുന്ന് സ്വർഗമഹിമകളെ വിട്ട് ഈ ഭൂമിയിൽ വന്നു, ഈ താണലോകത്ത് ജീവിച്ചു, സകലത്തിലും ഞങ്ങൾക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു, ഒടുവിൽ ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി അവിടുന്ന് കാൽവറി ക്രൂശിൽ മരിച്ചു എന്നും, അവിടുന്ന് കല്ലറയിൽ അടക്കപ്പെട്ടുവെന്നും, മരണത്തെ ജയിച്ചവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നും, ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്നുവെന്നും, താമസമിനെ ഞങ്ങളെ ചേർക്കുവാൻ അവിടുന്ന് മധ്യാകാശത്തിൽ വരുമെന്നും, ഞങ്ങൾ അവിടുത്തെ മുഖാമുഖം കാണുമെന്നും, ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ താൽക്കാലികമാണെന്നും, ആമേൻ, നിത്യമായൊരു വാസം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നും, ഞങ്ങളുടെ അകത്ത് ഈ വചനമൊന്ന് ഉറയ്ക്കട്ടെ, സുവിശേഷമൊന്ന് ഉറയ്ക്കട്ടെ. ആ ഉറപ്പിൻ്റെ ഫലമായി ഞങ്ങളുടെ അകത്ത് വ്യത്യാസങ്ങൾ, രൂപാന്തരങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ വരമായി ഫലമായി ഞങ്ങളിലൂടെ വെളിപ്പെട്ടു വരട്ടെ കർത്താവേ. ആ ഉറപ്പിൻ്റെ തെളിവായി ഏത് കഷ്ടങ്ങളുടെ നടുവിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും സന്തോഷത്തോടെ ദൈവത്തെ സേവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ കർത്താവേ. ഇന്ന് ഈ വചനം
ഈ നിൻ്റെ മക്കളുടെ മേൽ അവരുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ കർത്താവേ. അങ്ങനെ ചെയ്യുന്നതിനാട്ട് സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.